ക്ഷേത്രത്തിലെത്തിയതിൻ്റെ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം. ദർശനം നടത്തുന്ന ദൃശ്യങ്ങളുണ്ട്. ഒരു ഭാഗത്ത് മമ്മൂട്ടിക്ക് വേണ്ടിയാണ് മുഹമ്മദ് കുട്ടി വിശാഖം എന്ന പേരിൽ മോഹൻലാൽ ഉഷപൂജ നടത്തിയത്. പ്രിയപ്പെട്ടവരെ, ഇത് പറയാനൊരു കാര്യം കൂടെയുണ്ട്. നമ്മുടെ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ 2 ദിവസം മുന്നേ മമ്മൂട്ടിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മറുനാട് മലയാളി, അതുപോലെ തന്നെ ഒരു ഡോക്ടറും പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു എന്താ പറയുക, മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് വഴിപാട് കഴിച്ചു. മുഹമ്മദ് കുട്ടി വിശാഖം എന്നൊരു ഇതിൽ വഴിപാട് കഴിച്ചു. പമ്പയിൽ ശബരിമലയിൽ വെച്ചിട്ട് വഴിപാട് കഴിച്ചു എന്നൊരു സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത കേൾക്കാനിടയായി. അതുപോലെ തന്നെ മറുനാട് മലയാളിയെ ഇപ്പോൾ ഒരുപാട് സാജൻ സക്രിയ അദ്ദേഹത്തെ ഒരുപാട് ആളുകൾ കുറ്റപ്പെടുത്തുന്നതായിട്ടും തെറിവിളിക്കുന്നതായിട്ടൊക്കെ കണ്ടു. ഇങ്ങനെ നുണ പ്രചരിപ്പിക്കരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും ഇതുപോലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ്റെ ആ വീഡിയോ കണ്ടതെന്നും എനിക്ക് മനസ്സിലായത് അവൻ എന്തോ സിനിമ ഫീൽഡുമായിട്ട് ആരൊക്കെയോ ബന്ധമുള്ളവരാരൊക്കെയോ പറഞ്ഞത് എന്തോ ചെറിയ സത്യങ്ങളുണ്ട്, കൂടുതലായിട്ടൊന്നും പുറത്ത് വന്നിട്ടില്ല. ചിലവർ പറയുന്നുണ്ട് 2nd സ്റ്റേജാണ് 3rd സ്റ്റേജാണെന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ പേടിക്കാനൊന്നും ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും മറുനാടൻ മലയാളി അദ്ദേഹം ഒന്നും അറിയാതെ ഒരു വീഡിയോ ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഈ ഡോക്ടർ എന്ന് പറയുന്ന ആ വ്യക്തി ആ ഡോക്ടർ ആ വീഡിയോ പ്രൈവറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒന്ന് എടുത്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് പ്രൈവറ്റാക്കിയെന്ന് അറിയില്ല. ചിലപ്പോൾ ഒരുപാട് കമൻസും കാര്യങ്ങളും വന്നതുകൊണ്ടായിരിക്കാം. എനിക്കും മമ്മൂട്ടിക്ക് ഈ രോഗം വരണമെന്നൊന്നും ആഗ്രഹമില്ല. അപ്പോൾ എൻ്റെ അതിലും കമൻറ്റുകൾ വന്നു. ഞാൻ ആ ഒരു ഇത് കണ്ടതുകൊണ്ട് മാത്രമാണ് അത് ചെയ്തത്. നമ്മൾ ഓരോ വീഡിയോസുകൾ കാണുമ്പോഴാണല്ലോ അതിനടുത്ത് പ്രതികരിക്കുന്നത്. നമ്മൾ ഒരു വ്യക്തി ഇപ്പം നമ്മൾ ഒരു റിയാക്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തി നമ്മൾ അവരുടെ വീട്ടിൽ പോയിട്ട് ആ സത്യാവസ്ഥ അറിഞ്ഞ് അതിലെ വീഡിയോകളല്ലല്ലോ നമ്മൾ എടുത്ത് ചെയ്യുന്നത്. നമ്മൾ ഓരോരുത്തരും വീഡിയോകൾ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ജെന്യൂൻ ആണെന്ന് തോന്നുന്നിടത്ത് നമ്മൾ ചെയ്യും, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ നേരിട്ട് പോയി കണ്ടിട്ടൊന്നുമല്ല ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയുള്ള കമൻസുകൾ വന്നു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതിൽ ഒരുപാട് പേര് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു വീഡിയോ എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലാതെ മമ്മൂട്ടിക്ക് ക്യാൻസർ വരണമെന്നോ, അദ്ദേഹം വലിയൊരു മഹാനടനാണ്, അദ്ദേഹത്തിന് ഒരു രോഗം വരാതിരിക്കട്ടെ, ഒരുപാട് ആരാധകരുള്ള, ഒരുപാട് ആളുകൾ സ്നേഹിക്കുന്ന, ഒരുപാട് ആളുകളെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനൊന്നും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മഹാനടനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ഒരു രോഗം ഒരിക്കലും വരരുതേ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ അത് ചെയ്യാൻ കാരണം ഞാൻ ഇങ്ങനെയൊക്കെ കണ്ടതുകൊണ്ട് മാത്രമാണ് ആ ഒരു വീഡിയോ ചെയ്തത്. അതുപോലെ തന്നെ മോഹൻലാൽ ഇങ്ങനെ ആ ഒരു പോയ ആ ഒരു ഇതും ഒരുപാട് സന്തോഷം തോന്നി. ആ ഒരു നിമിഷം ഒരു സുഹൃത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളതില്ലേ, ഇങ്ങനെയുള്ള സുഹൃത്തുക്കളെ കിട്ടുക എന്നുള്ളത് അപൂർവം ചിലർക്ക് ഇങ്ങനെയുള്ള ഭാഗ്യങ്ങളൊക്കെ കിട്ടുള്ളൂ. എന്ത് തന്നെയാണെങ്കിലും ഇങ്ങനൊരു അസുഖം മമ്മൂട്ടിക്ക് ഇല്ലാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം. എന്തായാലും ആ ന്യൂസിൽ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാട്ടോ, ഒന്ന് കണ്ടു നോക്കൂ. വാർത്തകൾ വരുന്നതിനിടയിൽ ആശ്വാസകരമായ മറ്റൊരു പ്രധാനപ്പെട്ട സന്തോഷകരമായ കുളിർമയേവുന്ന ഒരു വാർത്തയുണ്ട്. ശബരിമല ക്ഷേത്രത്തിൽ മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് നടത്തി മോഹൻലാൽ. മുഹമ്മദ് കുട്ടി എന്ന പേരിലാണ് ഉഷപൂജയ്ക്കായി മോഹൻലാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പണമടച്ചത്. ഇന്ന് വൈകിട്ടാണ് മോഹൻലാൽ അയ്യപ്പ ദർശനത്തിനായി സന്നിധാനത്തെത്തിയത്. പമ്പ ഗണപതി ക്ഷേത്രത്തിൽ നിന്നും കെട്ട് നിറച്ചാണ് മോഹൻലാൽ മല കയറിയത്. വൈകിട്ട് ദീപാരാധനയ്ക്ക് മുമ്പായി മോഹൻലാൽ അയ്യപ്പ ദർശനം നടത്തി. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് മുഹമ്മദ് കുട്ടി എന്ന പേരിൽ, മുഹമ്മദ് കുട്ടി വിശാഖം എന്ന പേരിൽ ഉഷപൂജ നടത്തിയതിൻ്റെ റിസീപ്റ്റാണ് ഒരു ഭാഗത്ത് പ്രേക്ഷകർ കാണുന്നത്. മറുഭാഗത്ത് മോഹൻലാൽ ദീപാരാധനയ്ക്ക് മുമ്പ് ക്ഷേത്രത്തിലെത്തിയതിൻ്റെ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം. ദർശനം നടത്തുന്ന ദൃശ്യങ്ങളുണ്ട്. ഒരു ഭാഗത്ത് മമ്മൂട്ടിക്ക് വേണ്ടിയാണ് മുഹമ്മദ് കുട്ടി വിശാഖം എന്ന പേരിൽ മോഹൻലാൽ ഉഷപൂജ നടത്തിയത്. നമുക്കിപ്പം PR പ്രവീണുണ്ട്. നമുക്കിപ്പം പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രവീൺ പുരുഷോത്തമൻ, മമ്മൂട്ടിക്ക് വേണ്ടി ഉഷപൂജ നടത്താൻ വേണ്ടിയാണ് മോഹൻലാൽ മല ചവിട്ടി വന്നത് അല്ലേ? അതെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് സന്നിധാനത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് മോഹൻലാൽ അയ്യപ്പ ദർശനത്തിനായി പമ്പയിൽ എത്തിയത്. അവിടെ പമ്പ ഗണപതി കോവിൽ ക്ഷേത്രത്തിൽ കെട്ട് നിറച്ച ശേഷം അദ്ദേഹം മല ചവിട്ടിക്കയറി. അതിനുശേഷം 18-ാം പടി ചവിട്ടിക്കയറി സന്നിധാനത്തേക്ക് എത്തി അദ്ദേഹം അയ്യപ്പ ദർശനം നടത്തി. പിന്നീട് മേൽശാന്തിയെയും തന്ത്രിയെയും മോഹൻലാൽ കണ്ടു, അവരുമായി സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ മല ഇറങ്ങിയിട്ടുണ്ട്. കൂടുതൽ പ്രതികരണത്തിന് മോഹൻലാൽ തയ്യാറായിട്ടില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, മമ്മൂട്ടിയുടെ പേരിൽ
അദ്ദേഹം ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഒരു വഴിപാട് നടത്തി എന്നുള്ളതാണ്. അത് മമ്മൂട്ടിയുടെ യഥാർത്ഥ പേര് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, ഇബ്രാഹിം കുട്ടി എന്നാണ്. അപ്പോൾ മമ്മൂട്ടിയുടെ യഥാർത്ഥ പേരിൽ തന്നെ ഒരു ഉഷപൂജ വഴിപാടാണ് മോഹൻലാൽ നടത്തിയത്. അത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. നേരത്തെ തന്നെ മോഹൻലാൽ അയ്യപ്പ ദർശനം നടത്തിയപ്പോൾ നമുക്കറിയാം മോഹൻലാലിന്റെ ഏറ്റവും പുതിയ ചിത്രം എമ്പുരാൻ അത് റിലീസ് ചെയ്യാൻ പോവുകയാണ്. സ്വാഭാവികമായും ആ സിനിമയുടെ റിലീസിങ്ങിന് മുമ്പുള്ള അയ്യപ്പ ദർശനം എന്നാണ് നാം ഏവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതുകൂടാതെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി മോഹൻലാലിന്റെ മനസ്സിലുണ്ടായിരുന്നു. തന്റെ പ്രിയപ്പെട്ട മമ്മൂട്ടിയുടെ ആരോഗ്യത്തിന് ആരോഗ്യായുസ് നേർന്നുകൊണ്ട് അദ്ദേഹം ഉഷപൂജയ്ക്കായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ശബരിമല ക്ഷേത്രത്തിൽ ഒരു വഴിപാട് നടത്തിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. സിനിമാ മേഖലയിൽ ഈ രണ്ട് മഹാനടന്മാർ തമ്മിലുള്ള സൗഹൃദം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അവരുടെ സ്നേഹവും സ്നേഹബന്ധങ്ങളും ഒക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ മോഹൻലാൽ ഇന്ന് ഇരുമുടിക്കെട്ടേന്തി ശബരിമല ക്ഷേത്രത്തിൽ ദർശനത്തിന് എത്തുന്നു. പ്രവീൺ പുരുഷോത്തമൻ അങ്ങനെ തന്റെ പ്രിയ സുഹൃത്ത് മമ്മൂട്ടിക്കു വേണ്ടി മോഹൻലാൽ ശബരിമലയിൽ ഉഷപൂജ നടത്തിയാണ് മടങ്ങിയത് എന്ന വാർത്തയാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് വന്നത്. കൊലപാതകങ്ങളുടെ ലഹരിവേട്ടയുടെ അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പുതിയൊരു സിനിമ എമ്പുരാൻ എന്ന് പറയുന്നൊരു സിനിമയുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വഴിപാട് എന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്താണ് ആ മുഹമ്മദ് കുട്ടി എന്നൊരു ഇത് വിശാഖം എന്നുള്ള നക്ഷത്രവും വെച്ചിട്ടാണ് വഴിപാട് കഴിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു ഇത് കാണാൻ കഴിഞ്ഞതിൽ. ഉറ്റ സുഹൃത്തിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു ഇത് ചെയ്തത് ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു നിമിഷം തന്നെയാണ്. എന്ത് തന്നെയാണെങ്കിലും ഈ വീഡിയോ കാണുന്ന എല്ലാവരും മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ക്യാൻസർ എന്നാണ് പരക്കുന്ന ആ ഒരു ന്യൂസ് തന്നെ. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു രോഗമാണെങ്കിൽ കൂടെ അത് അത്രയധികം പേടിക്കാനുള്ളതല്ല എന്നാണ് ഓരോ ഇതൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പം അത് അല്ലാതിരിക്കട്ടെ, ചെറിയ എന്തെങ്കിലും നിസ്സാരമായിട്ടുള്ള രോഗം ആവട്ടെ എന്ന് തന്നെ നമ്മൾക്ക് ആശ്വസിക്കാം. അപ്പോൾ ഇനി കമൻ്റ് ഇട്ടവരോട് എനിക്ക് പറയാനുള്ളത്, അതിൽ ആ ഒരു ഇത് കണ്ടതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അല്ലാതെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് പറഞ്ഞതൊന്നുമല്ല. ഒരുപാട് പേര് അത് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചെയ്തതും. അപ്പോൾ എന്തായാലും നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്ക് എത്രമാത്രം മമ്മൂട്ടി ഇഷ്ടമാണെന്നുള്ളത് എനിക്കറിയാം. അതുപോലെ തന്നെ എനിക്കും ഇഷ്ടമാണ്. ഒരുപാട് സിനിമകളും എല്ലാം കാണുന്നതാണ്. ഒരുപാട് ഇഷ്ടമുള്ളൊരു നടൻ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു രോഗം വരാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം. അഥവാ ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ അതെല്ലാം റിക്കവറായി പുറത്ത് വരട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കും. ഇത്രയും വലിയൊരു മഹാനടനായതുകൊണ്ട് തന്നെ ഫേക്ക് ന്യൂസുകൾ അധികം പുറത്ത് വരാൻ ചാൻസ് ഇല്ല. എന്താണെന്ന് ചോദിച്ചാൽ ഉള്ള കാര്യങ്ങളെ എല്ലാവരും പറയുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇത് ഫേക്ക് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഫേക്ക് ആണെങ്കിൽ തന്നെ ഏതോ വരുൺ എന്തോ പറഞ്ഞൊരാളാണ് ഇത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിൽ എന്തോ ആദ്യം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അപ്പുറം പിന്നെ മറുനാടൻ മലയാളി ഇദ്ദേഹം പറഞ്ഞു. പിന്നെ അങ്ങനെയാണ് സ്പ്രെഡായിട്ട് പല ആളുകളിലേക്കും ഇത് പോകുന്നതും പിന്നെ ആളുകളുടെ അടുത്ത് വീഡിയോ ചെയ്യുന്നതും മമ്മൂട്ടിക്ക് ക്യാൻസർ അത് സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജിന് വരെ ആളുകൾ പറയുന്ന ആ ഒരു തരത്തിലാക്കിയത്. അതുമല്ല, നമ്മുടെ ഇപ്പോൾ ഒരു കുഴപ്പമുണ്ട് യൂട്യൂബിൽ, ചെറിയൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ പുറത്തോട്ട് സ്പ്രെഡായി പോകും. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. എന്ത് തന്നെയാണെങ്കിലും മമ്മൂട്ടിക്ക് ഒരു അസുഖമല്ലാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അഥവാ ഇങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ. ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക, മമ്മൂട്ടിക്ക് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് പുതിയ സിനിമകൾ ചെയ്യാനുള്ളത് വരട്ടെ. പിന്നെ കുറേ ആളുകൾ പറയുന്നുണ്ട് റമദാൻ മാസം ആയതുകൊണ്ട് ഷൂട്ടിംഗ് എല്ലാം നിർത്തി വെച്ചതാണ്, ഇപ്പോൾ അതിലോട്ട് ഇൻവോൾവ് ആകണം. റമദാൻ പ്രാർത്ഥന അങ്ങനെയുള്ള അതിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഷൂട്ടിങ്ങും സിനിമകളെല്ലാം ഉപേക്ഷിച്ചത് എന്ന് വരെ ആളുകൾ പറയുന്നുണ്ട്. എത്രമാത്രം ഇതിലൊക്കെ സത്യം ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനൊരു വഴിപാടും കൂടി കണ്ട അവസ്ഥയ്ക്ക് ഇതിൽ എന്തൊക്കെയോ സത്യം ഉള്ളതായിട്ടാണ് തോന്നുന്നത്. അത് തന്നെയാണെങ്കിലും അസുഖം പെട്ടെന്ന് തന്നെ ഭേദമാവട്ടെ. എന്ത് അസുഖമാണെങ്കിലും എത്രയും പെട്ടെന്ന് ഭേദമാവട്ടെ എന്ന് തന്നെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ ഇത്രയുള്ള ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.